ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇന്ന് നന്ദുട്ടിക്കും മിന്നുവിനും ക്ലാസ് ഇല്ലാത്ത കാരണം തന്നെ ഇന്ന് നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ, ആയത്തിലുണ്ടാക്കിയാൽ മതിയല്ലോ. നൂൽപുട്ടിൻ്റെയും ഗ്രീൻ പീസ് കറിയുടെയും വീഡിയോ ഞാൻ മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. കറിയൊക്കെ ആയതിനു ശേഷം വേഗം ഞാൻ ചായ കുടിച്ചു കേട്ടോ. പിള്ളേരെ എനിക്ക് എന്തായാലും നേരം വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ നിന്നതിന് ശേഷം കുഞ്ഞൻ ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു. ചാള കുറച്ച് ചീഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം വേഗം തന്നെ നന്നാക്കാമെന്ന് വിചാരിച്ചു. ചാള നന്നാക്കിയതിന് ശേഷം പിന്നെ വേഗം കറി വയ്ക്കാൻ നോക്കിയിട്ടാ. കുറച്ച് മീനെടുത്തിട്ട് വറുക്കാനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്തിട്ട് കായം പരട്ടി വെച്ചു കേട്ടോ. കുഞ്ഞൻ ചാള തേങ്ങ അരയ്ക്കാതെ മുളകിട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. മുളകിട്ട് വെക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ തക്കാളി, സബോള, പച്ചമുളക്, പിന്നെ പുളിവെള്ളം ഒക്കെ ചേർത്തതിന് ശേഷം ഞാൻ കൂട്ടാൻ അടുപ്പത്ത് വെച്ചു കൂട്ടാം. കറി ഒരുവിധം നന്നായി തിളച്ച് വറ്റലോടുകൂടി ഞാൻ കുഞ്ഞൻ ചാള ഇട്ടത്. കുഞ്ഞൻ ചാളയ്ക്ക് അധികം വേവില്ലാത്ത കാരണം ലാസ്റ്റാണ് കേട്ടോ ഇട്ടത്. പിന്നെ കറി നന്നായി വറ്റിയതിന് ശേഷം ഞാനതിലേക്ക് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കുകയും ചെയ്തു. അതിന് ശേഷം പിന്നെ ഞാൻ കുഞ്ഞൻ ചാള വറുത്തെടുക്കുകയും ചെയ്തു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ മിന്നും നന്ദുട്ടി എന്നിട്ടിട്ട് ചായ കുടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അവർക്ക് ഇന്ന് എക്സാം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. നാളെ എക്സാം ഉണ്ട്. അതിനുശേഷം അവർ പഠിക്കാനൊക്കെ ഇരുന്നു. അതിനുശേഷം അവരുടെയും എൻ്റെയും കുളി കഴിഞ്ഞതിന് ശേഷം 1 മണിയോടുകൂടി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ.